ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അഥവാ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത് ഒന്ന് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. മറ്റൊന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ 6 ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്നതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? നിർദ്ദേശക തത്വങ്ങൾ എന്നാൽ എന്ത്? നോക്കുക. ദീസ് ആർ ദ ഡയറക്റ്റീവ് ടു ദ സ്റ്റേറ്റ് which are to be considered while formulating policies and implementing planning. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നോക്കുക. വാട്ട് ഈസ് മീൻ ബൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? ദീസ് ആർ ദ ഡയറക്റ്റീവ് ടു ദ സ്റ്റേറ്റ് which are to be considered while formulating policies and implementing plans. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. നോക്കുക. ആക്ഷൻ പ്ലാൻ ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെന്റ്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു. ഗവൺമെന്റ് ഡിക്ലെയർ റിബേറ്റ് ഫോർ ഖാദി പ്രൊഡക്ട്സ്. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു. പാൻ മസാല പ്രൊഹിബിറ്റഡ്. പാൻ മസാലകൾ നിരോധിച്ചു. ഈ കൊളാഷിലേക്ക് നോക്കുമ്പോൾ ഈ കൊളാഷ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ മേഖലകളാണ് ഈ കൊളാഷില് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണം. മറ്റൊന്ന് എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്? ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? നോക്കുക. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളോടുള്ള പ്രോത്സാഹനം, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ. മറ്റൊന്ന് അവിടെ കൊടുത്തിട്ടുള്ളത് പാൻ മസാല പ്രൊഹിബിറ്റഡ് അല്ലെ. എന്താണ് മെൻഷൻ ചെയ്യുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കന്റ്. പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കന്റ് അഥവാ ലഹരി വസ്തുക്കളുടെ നിരോധനം. ലഹരി വസ്തുക്കളുടെ നിരോധനം. പബ്ലിക് വെൽഫെയറിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ കണ്ട പോലെയുള്ള, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കൻസ് പോലുള്ള പ്രോഗ്രാമുകള് നടപ്പിലാക്കാൻ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റുകളോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പബ്ലിക്സിന്റെ വെൽഫെയറിനെ മുൻനിർത്തിക്കൊണ്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുവാന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പബ്ലിക്സിന്റെ വെൽഫെയർ ആണ് എന്തിലൂടെ ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിലൂടെ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഭാഗം 4 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഏത് ഭാഗത്തായിരുന്നു? പാർട്ട് 3 അഥവാ ഭാഗം 3 ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെങ്കിലോ പാർട്ട് 4 അതായത് ഭാഗം 4 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവയൊക്കെ ഡയറക്ഷനുകളാണ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ്. ആരോടുള്ള നിർദ്ദേശങ്ങളാണ്? രാഷ്ട്രത്തിനോടുള്ള നിർദ്ദേശങ്ങളാണ്. നമ്മൾ പറഞ്ഞു ദീസ് ആർ ദ ഡയറക്റ്റീവ് ടു ദ സ്റ്റേറ്റ് വിച്ച് ആർ ടു ബി കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാന്. ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പ്ലാന്. നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സില് അഥവാ മൗലികാവകാശങ്ങളില് ഉൾപ്പെടുത്താൻ സാധിക്കാതെ പോയ ചില റൈറ്റ്സുകള് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സില് ഇൻക്ലൂഡ് ചെയ്യാതെ പോയ ചില റൈറ്റ്സുകള് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസില് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില പ്രൊവിഷനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സർട്ടൻ പ്രൊവിഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഫ്രീ ലീഗൽ എയ്ഡ്, സൗജന്യ നിയമസഹായം. സെക്കൻഡ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമന്, സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക. തേർഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഫോർ ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കൽ. മറ്റൊന്നാണ് എൻഷുറിംഗ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. ഫ്രീ ലീഗൽ എയ്ഡ് അഥവാ സൗജന്യ നിയമസഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന്, ഫ്രീ എഡ്യൂക്കേഷനുള്ള അവകാശം ഉണ്ടെന്ന്. ഇത്തരത്തില് നിയമപരമായിട്ട്, ഇതൊരു എക്സാമ്പിൾ ആണ്, ഇത്തരത്തില് നിയമപരമായിട്ടുള്ള സഹായമാണ് ഉദ്ദേശിക്കുന്നത്. സൗജന്യമായിട്ട് നിയമപരമായിട്ടുള്ള സഹായം. മറ്റൊന്ന്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ടു ബോത്ത് മെൻ ആൻഡ് വിമൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. അതായത് ഒരേ ജോലി ചെയ്യുന്ന 2 പേർക്കും, സെയിം ജോലി ചെയ്യുന്ന 2 പേർക്കും സെയിം ആയിട്ട് തന്നെ എന്ത് കൊടുക്കുക? തുല്യമായിട്ട് തന്നെ വേതനം ഉറപ്പുവരുത്തുക. മറ്റൊന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, SC/ST. നമ്മൾ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുക. ദെൻ എൻഷുറിംഗ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അഥവാ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തല്. അതായത് നമ്മുടെ ഇന്ത്യ മൊത്തമായിട്ട് പീസ് ആൻഡ് സെക്യൂരിറ്റി, സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കൽ. അതായത് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണകർത്താക്കൾ എല്ലാവരും കൂടിയൊക്കെ ഇന്ത്യയുടെ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. There is no provision to approach the court for the enforcement of the directive principle. നിർദ്ദേശക തത്വങ്ങളെ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അതായത് ഏതെങ്കിലും കാരണവശാല് നമുക്ക് നമ്മുടെ നിർദ്ദേശക തത്വങ്ങള്, നമ്മുടെ ഈ റൈറ്റ്സുകള്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റൈറ്റ്സുകളെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ നമുക്ക് സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും കോർട്ടിൽ നേരിട്ട് പോവാൻ സാധിക്കില്ല. ഹൈക്കോർട്ടിലായാലും സുപ്രീം കോർട്ടിലായാലും നേരിട്ട് നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശമില്ല. പക്ഷെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൈക്കോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും സുപ്രീം കോർട്ടിലാണെങ്കിലും എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട്, പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നേരിട്ടിട്ട് പരാതിപ്പെടാന്ന്. പക്ഷെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ പോയിട്ട് പരാതിപ്പെടാനുള്ള അവകാശമില്ല.
ഫാദർ ഓഫ് നാഷൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ചില ഐഡിയാസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, മറ്റൊന്ന് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, മറ്റൊന്ന് പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസസ്, ലഹരി വസ്തുക്കളുടെ നിരോധനം. നമ്മൾ മുന്നേ പറഞ്ഞു പബ്ലിക് വെൽഫെയറിനെ കീപ്പ് ചെയ്യുന്നത് പോലെയുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ സെൻട്രൽ ഗവൺമെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അല്ലേ. ഇവിടെ പറയുന്നത് ആരെയാണ്? നമ്മുടെ ഫാദർ ഓഫ് നാഷൻ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ ചില ഐഡിയാസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് പറയുന്നത്. ഒന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസ്, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. There is an indivisible relationship between fundamental rights and directive principles. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ ഭാഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സുകളെ, മൗലികാവകാശങ്ങളെ ഫുൾ സെൻസോട് കൂടിയിട്ട്, അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. നോ വൺ ക്യാൻ ഡിനേ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കുവാൻ സാധിക്കില്ല. വാട്ട് ഈസ് മീൻ ബൈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ എന്ത്? Certain duties are to be formed by the citizen toward the state to protect the unity and integrity of the nation. These duties are known as fundamental duties. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Certain duties are to be formed by the citizen toward the state to protect the unity and integrity of the nation. These duties are known as fundamental duties. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ചെക്ക് ലിസ്റ്റിലൂടെ നാം നിർവഹിക്കേണ്ട ചില കടമകളെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കുക, ഐ സ്റ്റാൻഡ് അപ്പ് വൈൽ ദ നാഷണൽ ആന്തം ഈസ് ബീയിങ് സങ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ഐ റിയലൈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് ആർ ടു ബി പ്രൊട്ടക്റ്റഡ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവുണ്ട്. ഐ ട്രൈ ടു ഫോസ്റ്റർ കോർഡിയാലിറ്റി എമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്താൻ ശ്രമിക്കാറുണ്ട്. ഐ പ്രൊട്ടക്ട് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നാഷൻ. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാറുണ്ട്. ഐ ട്രൈ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ചെക്ക് ലിസ്റ്റിൽ പറയുന്നത് നമ്മൾ നിർവഹിക്കേണ്ട ചില ഡ്യൂട്ടികളാണ് അല്ലെങ്കിൽ കടമകളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ, മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഏതിലായിരുന്നു? പാർട്ട് 3 ഭാഗം 3 എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 അല്ലെങ്കിൽ ഭാഗം 4. ഇവിടെ പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഭാഗത്താണെന്നാണ്?
പാർട്ട് 4A ഭാഗം 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം നമുക്ക് പ്രൊട്ടക്ഷന്, റൈറ്റ്സും ഒക്കെ പ്രാധാന്യം ചെയ്യുന്നുണ്ട്. അവകാശങ്ങളും സംരക്ഷണവും പ്രാധാന്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ തിരിച്ച് എന്ത് ചെയ്യണം? It is our duty to abide the constitutions, to develop cordiality among the citizens and to provide help for betterment of the nation. ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ്. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അബൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയെ എന്ത് ചെയ്യുക? പരിപാലിക്കുക. അതുപോലെ തന്നെ സിറ്റിസണുകൾക്ക്, അതായത് നമ്മുടെ പൗരന്മാർക്ക് ഇടയിൽ ഒരു സൗഹാർദ്ദം വളർത്തിയെടുക്കുക. അതുപോലെ നമ്മുടെ നാഷന്റെ, രാഷ്ട്രത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ കടമകൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ, മൗലിക കർത്തവ്യത്തെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ സൊസൈറ്റീനെ അല്ലെങ്കിൽ നല്ല ഒരു സമൂഹത്തിനെ നമുക്ക് വളർത്തിയെടുക്കുവാന് സാധിക്കും, അല്ലേ? യഥാർത്ഥത്തില് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ റെസ്പോൺസിബിലിറ്റീസ് വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാവ് ടു പെർഫോം ടുവാർഡ് ദംസെൽവ്സ്. എന്താണ്? മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരവരോട് തന്നെ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസും തന്നോട് തന്നെ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റികളാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങള്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങള്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ എന്നിവയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അല്ലെ? അതോടൊപ്പം തന്നെ ഇവ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എങ്ങനെയാണ് സൊസൈറ്റീനെ, എങ്ങനെയാണ് നമ്മുടെ നാഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ പഠിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെയും പബ്ലിക് വെൽഫെയറിനും അതുപോലെ തന്നെ മാക്സിമം ഫ്രീഡം, ഓരോ ഇൻഡിവിജ്വൽസിനും മാക്സിമം ഫ്രീഡം ഉറപ്പുവരുത്താനും ശ്രമിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും ജനങ്ങളുടെ ക്ഷേമവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നു. നമ്മുടെ നാഷന് അച്ചീവ് ദ യൂണിറ്റി ആൻഡ് പ്രോഗ്രസ്, ഐക്യവും അതുപോലെ തന്നെ പുരോഗതിയും ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? എൻഷുറിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇംപ്ലിമെന്റിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫുൾഫില്ലിംഗ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുകയും മൗലിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് ഒരു യൂണിറ്റി, അതുപോലെ തന്നെ പ്രോഗ്രസ്, പുരോഗതിയും ഐക്യവും കൈവരിക്കുവാന് സാധിക്കുകയുള്ളൂ.